ജീവനുള്ള പ്രത്യാശയ്ക്കായി നമ്മെ തൻ്റെ വചനമാകുന്ന ബീജത്താൽ വീണ്ടും ജനിപ്പിച്ച പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾക്ക് തന്നെത്താൻ പ്രായശ്ചിത്തമായി അർപ്പിച്ച ദൈവകുമാരൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും എല്ലാവർക്കും അറിയിക്കുന്നു. ഈ ആഴ്ചയുടെ അവസാനത്തെ ദിവസം നമുക്ക് പല സമയ മേഖലകളിൽ നിന്ന് ഒരുമിച്ച് കൂടി ഈ മാധ്യമത്തിലൂടെ ദൈവത്തെ വാഴ്ത്തുവാനും കൂട്ടായ്മ ആചരിപ്പാനും ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. ആഴ്ച മുഴുവൻ നമ്മോട് ദൈവം കാണിച്ച മഹാദയയ്ക്കായി ദൈവത്തിന് സ്തോത്രം. ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയനായവനിൽ നമ്മെ തിരഞ്ഞെടുത്തവൻ ഈ കാലത്തിനകത്തും നമ്മെ കാത്തുകൊണ്ടിരിക്കയാൽ സ്തോത്രം. പിന്നെയും നമ്മുടെ ആയുസ്സുള്ളിടത്തോളം നമ്മെ നടത്തുവാൻ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ആ ദൈവം നമ്മെ വീണ്ടും വഴി നടത്തട്ടെ. സ്തോത്രം. ഓളങ്ങൾ തിരമാലകൾ ഏറട്ടെ, പ്രതികൂലങ്ങൾ വർദ്ധിക്കട്ടെ, എതിർപ്പുകൾ ധാരാളമുണ്ടാകട്ടെ, എതിരുകളും വർദ്ധിക്കട്ടെ. സ്തോത്രം. നമ്മൾ പാട്ട് പാടാറുണ്ടല്ലോ, എതിരികൾ വളരെ സഖികളിലധികം. തെറ്റിച്ചാണ് സാധാരണ പാടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എതിരികൾ വളരെ എന്നാണോ നമ്മൾ പാടാറുള്ളത്, അതോ എതിരുകൾ വളരെ എന്നാണോ പാടാറുള്ളത്? ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലരും. ആ ഓളത്തിലങ്ങ് പാടിപ്പോകുന്നേ ഉള്ളൂ. എതിരികളെന്നാണ് പാടേണ്ടത്. പക്ഷെ ഞാൻ ധാരാളം പേരുടെ ശ്രദ്ധിച്ചിട്ടുണ്ട് എതിരുകൾ വളരെ എന്നാ. എതിരുകളല്ല, എതിരികളാണ്. എന്ന് വെച്ചാൽ വൈരികൾ, ശത്രുക്കൾ. ശത്രുത എന്നതിനേക്കാൾ അവിടെ ശത്രുക്കൾ വളരെ, എതിരികൾ വളരെ, സഖികളിലധികം, കൂട്ടുകാരേക്കാൾ കൂടുതൽ ശത്രുക്കളാണെന്ന്. സ്തോത്രം. അത് പൗലോസ് പറയുന്ന ഒരു പ്രയോഗമാണ്. എനിക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി വലിയൊരു വാതിൽ തുറന്നു കിട്ടിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു എതിരികളും. ഇപ്പൊ ശത്രുക്കളും ശത്രുതകളും ധാരാളമുണ്ട്. സ്തോത്രം. എങ്കിലും ലോകം മുഴുവനും നമുക്ക് ശത്രുക്കളായാലും, മുഴുവൻ നരക ശക്തികളും നമുക്കെതിരെ നിന്നാലും, നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ ഓട്ടം തികയ്ക്കുമാറാക്കുന്ന, നമ്മെ ശുഭ തുറമുഖത്ത് എത്തിക്കുന്ന ഒരു നല്ല കപ്പിത്താൻ, ഒരു നല്ല ക്യാപ്റ്റൻ നമുക്കുള്ളതിനായിട്ട് സ്തോത്രം. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. Praise God. We are born again with the living word for a better hope, a living hope. And in this voyage there may be so many obstacles, oppositions, opponents, but the captain with us, the leader with us, is stronger than all the enemies and the enmities. He is able to bring us to the very, what do you say, port or shore where we have to reach. And therefore, let's trust in him. Completely give ourselves to the will and the purpose of God.
ദൈവഹിതത്തിനും ഉദ്ദേശത്തിനുമായി നമ്മെ തന്നെ പൂർണ്ണമായും വിധേയപ്പെടുത്തിക്കൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം നയിപ്പാൻ ദൈവം കൃപയേകുമാറാകട്ടെ. സ്തോത്രം. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാമല്ലോ. വെളിപ്പാട് 21-22 അധ്യായങ്ങൾ, റെവലേഷൻ ചാപ്റ്റേഴ്സ് 21 and 22. The chapters of consummations, സമ്പൂർത്തികളുടെ, തികവുകളുടെ, പൂർത്തീകരണങ്ങളുടെ അധ്യായങ്ങൾ. The chapters where the wife of the lamb is introduced. കുഞ്ഞാടിന്റെ കാന്തയെ പരിചയപ്പെടുത്തുന്ന അധ്യായങ്ങൾ. സ്തോത്രം. Where everything old is gone and everything is made new. പഴയതെല്ലാം കഴിഞ്ഞുപോയി, പുതിയതുകളുടെ തുടക്കം. ആ തുടക്കത്തിന്റെ അധ്യായങ്ങൾ. സ്തോത്രം. ആ തുടക്കത്തിന്റെ അധ്യായങ്ങൾ. അതുപോലെ the beginning, the chapters of the beginning of eternity, the beginning of timeless time. സമയം അളക്കാൻ കഴിയാത്ത, സമയത്തിന്റെ യാതൊരു അളവുകോലുകളും ഇല്ലാത്ത, സമയത്തിന്റെ അളവുകോലുകളും സമയവും ആവശ്യമില്ലാത്ത ഒരു സമയത്തിലേക്കുള്ള പ്രവേശനമാണ്, അതിൻ്റെ തുടക്കമാണ് ഈ അധ്യായങ്ങൾ. സ്തോത്രം. The beginning of timeless time, where there is no measure of time, where there is no need of time, no need of measurements. അവിടെ കാലത്തിന്റെ ആവശ്യമില്ല, കാലത്തിന്റെ കണക്കിന്റെ ആവശ്യവുമില്ല, സമയത്തിന്റെയും സമയം അളക്കേണ്ടതിൻ്റെയും ഒന്നും ആവശ്യമില്ലാത്ത ഒരു കാലം. അതാണ് നിത്യത. നിത്യത. സ്തോത്രം. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 പുതുമകളെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നു. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരൂശലേം. പഴയതെല്ലാം കഴിഞ്ഞുപോയി. സ്തോത്രം. പഴയതെല്ലാം കഴിഞ്ഞുപോയി. Everything made new, a new brand. പഴയതെല്ലാം കഴിഞ്ഞുപോയി. It's not another earth and another heavens and another Jerusalem. വേറെ ഒരു ആകാശവും വേറെ ഒരു ഭൂമിയും വേറെ ഒരു യെരൂശലേമും അല്ല. സ്തോത്രം. പകരമായിട്ട് പഴയതിനെ മാറ്റി അതിനെ പുതുക്കി പുതുതാക്കുന്ന, സകലവും പുതുതാക്കുന്ന. സ്തോത്രം. ആവശ്യമുള്ളത് മാത്രം നിലനിർത്തി ആവശ്യമില്ലാത്തതിനെ മുഴുവനും നീക്കിക്കളഞ്ഞ് ആവശ്യമുള്ള നിലനിർത്തിയതിനെ തന്നെ രൂപമാറ്റം വരുത്തി, സ്തോത്രം, പുതുക്കുന്ന അനുഭവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. അതിന് ചില ഭക്തന്മാർ ദൃഷ്ടാന്തമായിട്ട് പറയുന്നത് പുതുജനനത്തെ കുറിച്ചാണ്. പുതുജനനം. ആള് മാറിയവരായിട്ട് നമ്മൾ മാറും, ശരിയാ. പക്ഷേ വേറെ മറ്റൊരു വ്യക്തി അല്ല,
ആ പഴയ വ്യക്തിയെ തന്നെ എന്ത് ചെയ്യുന്നു? പുതുതാക്കി തീർക്കുന്നു. നമ്മുടെ പേരും നമ്മുടെ എന്താണ് പറയുന്നത് ആകൃതിയും നമ്മുടെ നിറവും ഇതൊന്നും മാറുന്നില്ല. പക്ഷെ ആ പഴയ ആളിനെ തന്നെ പുതുതാക്കും. ഇതുപോലെ പുതുവാന ഭൂമികളുടെ സൃഷ്ടിയും ആകുന്നു. സ്തോത്രം. എന്നാൽ പുതുവാന ഭൂമികളിൽ നിന്നും വ്യത്യസ്തമാണ് പുതിയ യെരൂശലേം. എന്തുകൊണ്ടാണെന്ന് പറയാമോ? നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചു പോകാമല്ലോ. പുതുവാന ഭൂമികളിൽ നിന്നും വ്യത്യസ്തമാണ് പുതിയ യെരൂശലേം. The new heavens and the new earth are new, maybe a renewed one. As new birth happens in a person, the person remains the same, but he becomes new. But the new Jerusalem is different from the creation of new heavens and the earth. Could you please trace why or how? എങ്ങനെയാണെന്ന്? ഇത് പിതാവിനാൽ നിർമ്മിതമായ പുതിയ യെരൂശലേമാണ്. അനേകം വാസസ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ ആ വാഗ്ദത്തത്തിന്റെ അനുസരിച്ച് അതെ, പിന്നെ അത് സമചതുരമായിട്ടുള്ളതാണ്. പുതുവാന ഭൂമികളും ദൈവസൃഷ്ടി തന്നെയാണ്. അല്ല, എന്നാലും മോഡിഫൈ ചെയ്തെന്നല്ല. ഇത് ടോട്ടലി പുതിയതാണ്. കാര്യം പണ്ടുണ്ടായിരുന്നതല്ല. അല്ല, പണ്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ പണ്ടേ തുടങ്ങിയതായിരിക്കും. പക്ഷേ എന്നാലും ശരി. Okay, it was not there before. It is new brand. ദൈവ സാന്നിധ്യം. പുതുവാന ഭൂമികളിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പഴയത് യെരൂശലേം അതൊരു നഗരമായിരുന്നല്ലോ. ഈ പുതിയ യെരൂശലേം എന്ന് പറയുന്നത് ദൈവത്തിന് മണവാട്ടിയാകുന്ന സഭയല്ലേ, അതല്ലേ ഇറങ്ങി വരുന്നത്. മണവാട്ടി മാത്രമല്ലല്ലോ, സഭ മാത്രമല്ലല്ലോ അതിലുള്ളത്. വിശുദ്ധന്മാരെല്ലാവരും ഉണ്ട് അതിനകത്ത്. അതിലെ പ്രധാനപ്പെട്ട ഒരു, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്തിലുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം അതില്, പുതിയ ആകാശവും പുതിയ ഭൂമിയും അന്നേരം, അതായത് വെളിപ്പാട് 21:1 നമുക്കത് ഇറങ്ങി വരുന്ന സൃഷ്ടിക്കപ്പെടുന്ന സമയമായിട്ട് കണക്കാക്കാം. ആ പുതുവാന ഭൂമികൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്താണ് ഈ പുതുവാന ഭൂമികളുടെ സൃഷ്ടിപ്പുണ്ടാവുന്നത്. പഴയത് കഴിഞ്ഞു പോയതിനു ശേഷം, ഇപ്പോഴുള്ളത് ഓടിമറഞ്ഞതിന് ശേഷം, മാഞ്ഞുപോയി, ഓടിപ്പോയി, ഒഴിഞ്ഞുപോയതിനു ശേഷം. എന്നാൽ ഈ പുതിയ യെരൂശലേം എന്ന നഗരമോ പണ്ടേ പണി തുടങ്ങിയതാ. ഭൂമിയിലെ യെരൂശലേം ഉള്ളപ്പോഴും പുതിയ യെരൂശലേം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടിരുന്നു എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ പുതുവാന ഭൂമികളെ കുറിച്ച് നാം അങ്ങനെ കാണുന്നില്ല. കർത്താവ് ആ പ്രത്യേക സമയത്ത് അതിനെ പുതുതാക്കുകയാണ്. പഴയത് ഓടിപ്പോയ, ഒഴിഞ്ഞുപോയ ശേഷം മാത്രം. എന്നാൽ പുതിയ യെരൂശലേം അങ്ങനെയല്ല. പഴയ യെരൂശലേമിനെ മാറ്റിയതിന് ശേഷം ഒരു പുതിയ യെരൂശലേം അതിന് പകരം വെക്കുകയല്ല. The new heavens and the new earth were
substitutes for the present. But the New Jerusalem is not a substitute for the literal Jerusalem. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇപ്പോഴുള്ള ആകാശഭൂമികൾക്ക് പകരമായിട്ടുണ്ടാക്കപ്പെടുന്നതാണ്. മാറ്റങ്ങളുണ്ടതില്, പക്ഷെ ഇപ്പോഴുള്ള ആകാശഭൂമികൾക്ക് പകരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഒഴിഞ്ഞു പോയ ശേഷം അതിനെ ഇറക്റ്റ് ചെയ്യുന്നത്, അതിനെ ഇറക്കി വയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിനെ വെളിപ്പെടുത്തുന്നത്, സൃഷ്ടിക്കുന്നത്. എന്നാൽ പുതിയ യെരുശലേമിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്തോത്രം. കാരണം അക്ഷരീയ യെരുശലേം ഭൂമിയിൽ ഉള്ള സമയത്തും ഈ പുതിയ യെരുശലേം ഉണ്ടായിരുന്നു. സ്തോത്രം. യേശുക്രിസ്തുവും പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട് എന്നാണ്. ഉണ്ട്. അബ്രഹാം പറഞ്ഞത്, അല്ലെങ്കിൽ അബ്രഹാമുമായി ബന്ധപ്പെട്ട് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായിട്ട് കാത്തിരുന്നു എന്ന് മാത്രമല്ല, പിന്നെന്താ പറയുന്നത്? 13-ാം വാക്യമല്ലേ? 11:13 അവർ കണ്ടു. ഒന്ന് വായിച്ചോളൂ 13-ാം വാക്യം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ടു അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളെന്ന് ഏറ്റുപറഞ്ഞു. സ്തോത്രം. Hebrews 11:9 and 10. There we see Abraham, like the patriarchs, were waiting, anticipating for a city created by God with a foundation or founded by God. Verse 13 says, they were not only anticipating, but they saw it and saluted it. That means the New Jerusalem, this city of God, was there. Jesus also said in John 14:3 or 14:2-3 that there are many places or mansions in my Father's house. There are. They already exist. 9-10 വാക്യങ്ങളിൽ എബ്രായർ 11 നമ്മൾ കാണുന്നത് അവർ കാത്തിരുന്നു ഒരു നഗരത്തിന് വേണ്ടി. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തിനായിട്ട് അവർ കാത്തിരുന്നു. എന്നാൽ 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ അത് ദൂരെ നിന്ന് കണ്ടു, അഭിവന്ദിച്ചു, സല്യൂട്ട് ചെയ്തു. അപ്പോൾ അന്നേ ഈ നഗരം ഉണ്ട്. സ്തോത്രം. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസമായി നമുക്കിവിടെ പറയാൻ കഴിയുന്നത്. എന്നാൽ ഈ പുതുവാന ഭൂമികളിലേക്കാണ് പണ്ടേ ഉണ്ടായിരുന്ന ഈ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ പൂർണ്ണ സൗന്ദര്യത്തോടെ, പൂർണ്ണ തേജസ്സോടെ ഇറക്റ്റ് ചെയ്യുന്നത്, ഇറക്കി വെക്കുന്നതെന്ന് മാത്രം. സ്തോത്രം. അപ്പോൾ അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാർ അത് കണ്ടു എന്ന് പറയുമ്പോൾ അവര് വിശ്വാസത്താൽ അത് കണ്ടു എന്നർത്ഥം. സ്തോത്രം. അത് കണ്ടതുകൊണ്ടാണ് അവര് വിട്ടുപോയതിനെ കുറിച്ചൊന്നും ഓർക്കാതെയും റിഗ്രറ്റ് ചെയ്യാതെയും നഷ്ടബോധം തോന്നാതെയും അവര് മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. സ്തോത്രം. സിൻസ് the patriarchs already saw the city. They were never regretful for the things
the material possessions they left behind. They left behind. New Jerusalem might not have existed before time began. That is a creation. Hebrews 11, 9 and 10. It's a creation. And therefore, it should not be there before time began. ഒരു ചോദ്യം വന്നത്, പുതിയ യെരൂശലേം ഉണ്ടായിരുന്നു എങ്കിൽ അത് അനാദികാലം മുതലേ ഉണ്ടായിരുന്നിരിക്കുമോ എന്നാണ്. ഇല്ല, സാധ്യതയില്ല. കാരണം എബ്രായർ 11:9-10 പറയുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചത് എന്ന് വെച്ചാൽ പുതിയ യെരൂശലേമും ഒരു സൃഷ്ടിയാണ്. സൃഷ്ടിയായതുകൊണ്ട് അത് അനാദി മുതൽക്ക് ഉള്ളത് അല്ല. അതിനൊരു തുടക്കമുണ്ട്. സ്തോത്രം. If it was there before, even if it was there before time began, okay, before the beginning of time, yet it is not eternal as it's a creation. It has a beginning. It has a beginning as a created thing. സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തു എന്ന നിലയിൽ, ഓക്കെ, സൃഷ്ടിക്കപ്പെട്ട ഒരു വസ്തു എന്ന നിലയിൽ അത് നിത്യമല്ല. നമ്മൾ നേരത്തെ പഠിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സ്വർഗം പോലും നിത്യമല്ല എന്ന്. സ്വർഗം പോലും നിത്യമല്ല എന്ന്. We have seen that even heaven is not eternal. Even the New Jerusalem is not eternal. Because it has a beginning. Because it's a creation. Clear? Okay. സ്തോത്രം. അപ്പോൾ ഇതാണ് പുതിയ യെരൂശലേമിന്റെ ഒരു പ്രത്യേകത. അത് ഇപ്പോൾ ഇറങ്ങി വരുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതല്ല. പണ്ടെന്നോ എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഏതായാലും അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാർ അത് കണ്ടെങ്കിൽ അതിനു മുമ്പേ ഇത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ചോദ്യം വന്നേക്കാം, എന്നാ പിന്നെ യേശു കർത്താവ് യോഹന്നാൻ 14:3 പറഞ്ഞത് എന്തുവാ? അതിനുശേഷമായിരിക്കുമല്ലോ പണി. അല്ല, കർത്താവ് പറഞ്ഞത് എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ടെന്നാണ്. അത് നിലനിൽക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് അത് ഒരു യഹൂദ വിവാഹ പാരമ്പര്യമനുസരിച്ചുള്ള പ്രയോഗമാണ്. ഇല്ലാത്തതൊന്നുണ്ടാക്കാൻ പോകുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇല്ലാത്തതൊന്നുണ്ടാക്കണം എന്നില്ല അതിന്. വാസസ്ഥലങ്ങൾ ഉണ്ട് എന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് ഇനിയും ഉണ്ടാക്കിയെങ്കിലേ ഉള്ളൂ എന്ന് വരുന്നില്ല. Since Jesus said in John 14:3 or 2 and 3, there are mansions in my Father's house. That means the Father's house is already there. I'm just going to prepare a place for you. That should be understood in a Jewish marital or a marriage background. യഹൂദ വിവാഹ പശ്ചാത്തലത്തിൽ അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഭാര്യയ്ക്കും ഭർത്താവിനും കല്യാണത്തിന് ശേഷം പാർക്കുന്നതിനുള്ള ഒരു സജ്ജീകരണം
പ്രത്യേകമായുള്ള ഒരു ഒരുക്കം. വിവാഹ നിശ്ചയം കഴിഞ്ഞ മണവാളൻ ചെറുക്കൻ അപ്പന്റെ വീട്ടിൽ ചെയ്യുന്ന ഒരു തയ്യാറെടുപ്പ് എന്ന പശ്ചാത്തലത്തിൽ അത് മനസ്സിലാക്കിയാൽ മതി. ഇല്ലാത്ത ഒന്നിന്റെ സൃഷ്ടി അല്ല അവിടെ നടക്കുന്നത്. സ്തോത്രം. നമ്മിൽ പലരും കരുതുന്നത് യേശു കർത്താവ് ഇതുവരെ വരാഞ്ഞത് ഇതുവരെ പണി തീർന്നില്ലെന്നും പറഞ്ഞാൽ. സ്തോത്രം. ആ ഭവനത്തിന്റെ പണി ഇതുവരെ തീരാത്തത് കൊണ്ടാ തകൃതിയായിട്ട് പെയിന്റിങ്ങും ഇന്റീരിയർ വർക്ക്സും ഒക്കെ നടക്കുകയാണെന്നാ പലരും കരുതുന്നത്. അങ്ങനൊന്നുമില്ല. ഈ 2000 കൊല്ലമായിട്ട് ദൈവം പണിഞ്ഞിട്ടും പണി തീരാത്ത ഒരു വീട് അപ്പൊ എത്ര വലുതായിരിക്കും. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അതുപോലും ദൈവത്തിന് ഉണ്ടാക്കാൻ ഒരു വാക്ക് മാത്രം മതി. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോഴും പാവം കർത്താവ് ഇരുന്ന് രാവും പകലും ഉറങ്ങാതെ പണിയോടെ പണി. ഗൾഫുകാരന്റെ വീട് പണിയുന്ന പോലെ. ഗൾഫുകാരൻ കഷ്ടിച്ചൊരു 14 ദിവസത്തെ അവധിക്ക് വരാൻ പോവാ. ആ വരുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ വീടിന്റെ കേറുതാമസം, ഏത് ജാതി മതസ്ഥനും ആയിക്കോട്ടെ, കേറുതാമസം. പക്ഷേ കോൺട്രാക്ടർ പണി തീർത്തില്ല. അപ്പോഴാണ് ടിക്കറ്റ് എടുത്തു വരുന്നു. കാര്യങ്ങൾ അറിഞ്ഞപ്പം രാത്രിയും പകലുമായിട്ട് പണിക്കാരെ നിർത്തി എങ്ങനെങ്കിലും തട്ടിക്കൂട്ടുക. ഇതുപോലെ യേശു കർത്താവ് രാവും പകലും ഇല്ലാതെ പണിയോടെ പണിയെന്നാ പലരും കരുതുന്നത്. അല്ല കേട്ടോ. സ്തോത്രം. ഇറ്റ് ഓൾറെഡി എക്സിസ്റ്റ്. ആ പണിയൊക്കെ കഴിഞ്ഞു. പണി പൂർത്തിയാകാൻ ഇനി എവിടെയുള്ളൂ? അതിൽ താമസിക്കേണ്ടവരിലുള്ള കർത്താവിന്റെ പണിയേ ഉള്ളൂ ബാക്കി. സ്തോത്രം. വീടൊരുക്കപ്പെട്ട് കഴിഞ്ഞു. അതിൽ പാർക്കേണ്ടവരുടെ ഒരുക്കം ഇതുവരെ പൂർത്തിയായില്ല എന്നേ ഉള്ളൂ. സ്തോത്രം. ചിലപ്പോൾ അമ്മച്ചി പറയുന്ന പോലെ ഭക്ഷണമെല്ലാം തയ്യാർ. ചിലപ്പോൾ ടേബിളിൽ വരെ എടുത്ത് വിളമ്പി വെച്ചിരിക്കുക, പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടില്ല. കഴിക്കാനുള്ളവർ ഇതുവരെ തയ്യാറായില്ല എന്ന് മാത്രം. സ്തോത്രം. ഇന്നത്തെ നമ്മുടെ വിവാഹങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഞാൻ ചില വിവാഹ വേദികളിലും നമ്മുടെ ക്ലാസ്സിലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വിവാഹ വേദികളിൽ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. നേരത്തെയൊക്കെ, പണ്ടൊക്കെ, ഇവൻ എൻ്റെയൊക്കെ കല്യാണം നടക്കുന്ന സമയത്തും ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചാണല്ലോ നമ്മുടെയൊക്കെ വിവാഹങ്ങൾ നടക്കാറ്. അപ്പൊ ചെറുക്കൻ്റെ പള്ളിയിലോ ചെറുക്കൻ്റെ സ്ഥലത്ത് നേരത്തെ എത്തുന്നത് ചെറുക്കനാണോ പെണ്ണാണോ? അന്നൊക്കെ പെണ്ണ എത്തുന്നത്. പെണ്ണും കൂട്ടരും കല്യാണ സ്ഥലത്ത് എത്തി എന്ന് വിവരം അറിഞ്ഞ ശേഷമേ പലപ്പോഴും ചെറുക്കൻ വീട്ടിൽ നിന്ന് പുറപ്പെടാറുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാ. കല്യാണ സ്ഥലത്ത് എത്തുന്നത് ഉൾപ്പെടെ ചെറുക്കനാ നേരത്തെ വരുന്നത്. കല്യാണ വേദിയിലും എത്തുന്നത് ആരാ ആദ്യം? ചെറുക്കനാ. ചിലപ്പം കഷ്ടം തോന്നും, പാവം തോന്നും. ചെറുക്കൻ കോട്ടും സൂട്ടും ടൈയും ഒക്കെ കെട്ടി വരുന്നു. ആരും ചെറുക്കനെ അത്ര ശ്രദ്ധിക്കാറില്ല. അത് കഴിയുമ്പോഴാണ് പെണ്ണ് വരുന്നത്.
അപ്പോഴേക്ക് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും, പറയും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, ബ്രൈഡൽ മാർച്ച് നടക്കാൻ പോവാ. ബ്രൈഡിനെ കുറിച്ച് ഒരു സൂചനകളും ഇല്ല. ബ്രൈഡ് ഗ്രൂമിനെ കുറിച്ച്, ബ്രൈഡിനെ കുറിച്ച് ബ്രൈഡൽ മാർച്ചേ ഉള്ളൂ. ചെറുക്കൻ നേരത്തെ സ്റ്റേജിൽ വന്ന് നിൽക്കുക, പെണ്ണ് വരുന്നതും കാത്തൻ. ഇത് ഒരു തരത്തിൽ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണിക്കുക. കർത്താവ് എല്ലാം കഴിഞ്ഞ് കാത്തിരിക്കുക ഈ പെണ്ണൊന്ന് ഒരുങ്ങി വരാൻ. എവിടെ? നേരെ തിരിച്ചാണ് വേണ്ടത്. സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് നമ്മുടെ വിവാഹങ്ങൾ. അവിടെ സത്യത്തിൽ സംഭവിക്കേണ്ടത് മണവാട്ടി ഒരുങ്ങി മണവാളന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പണ്ടങ്ങനെയായിരുന്നു, ഇപ്പൊ നേരെ തിരിഞ്ഞു. പറഞ്ഞു വന്നത്, മണവാളൻ ക്രിസ്തു എന്നേ നമുക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ സ്വർഗത്തിൽ ചെയ്തു കഴിഞ്ഞു. നമ്മൾ മാത്രം ഇതുവരെ ഒരുങ്ങിയില്ല, സഭയുടെ ഒരുക്കത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അല്ലാതെ വീടിന്റെ പണി ഇതുവരെ തീർന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെയല്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളണേ. ഈ വിശുദ്ധ നഗരം ഇതിനോടകം പണി കഴിയപ്പെട്ടതാണ്. സ്തോത്രം. എന്നാൽ അതിൻ്റെ പുതുമയോടെ അത് ഇറങ്ങി വരുവാൻ ഇനി സമയമുണ്ട് എന്ന് മാത്രം. ഇത്രയും കാര്യങ്ങള് വ്യക്തമാണോ? ഇന്നലെ രാത്രി നമ്മൾ പറഞ്ഞു നിർത്തിയതും ഇന്ന് നമ്മൾ ചിന്തിച്ചതുമായതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ, അഭിപ്രായങ്ങളുണ്ടോ? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മളെ ഒരുക്കുന്ന കാര്യം അതൊരു ഭാഗം വേറെയാ. പക്ഷെ സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വരും അല്ലേ പറഞ്ഞേക്കുന്നു? തീർച്ചയായിട്ടും കർത്താവ് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിന്റെ അപ്പൊ ഒരുക്കം ഇതുവരെ തീർന്നില്ലെന്നാണോ? അപ്പോ ആ സ്ഥലത്തിന്റെ ഒരുക്കം കർത്താവ് ഇപ്പോഴും നമ്മളിപ്പോ പറഞ്ഞതുപോലെ ആ വീട് അതിന്റെ മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണോ അതിന്റെ അർത്ഥം? വീടിന്റെ പണിയുടെ കാര്യമല്ല. നമ്മളിപ്പോ മണവാളനും സാധാരണ ഒരു മുറിയെ അപേക്ഷിച്ച് ഒരു പ്രത്യേകമായ ഒരു ഒരുക്കം ഉണ്ടല്ലോ, ആ ഒരുക്കത്തെ കുറിച്ചാ ഞാൻ വിചാരിച്ചത്. അഖില ഒന്നുകൂടെ പറയാമോ? ഇടയ്ക്ക് വോയിസ് ബ്രേക്ക് ആയിരുന്നു. വീട് പണി കഴിഞ്ഞു, മുറികളും എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞു. പക്ഷേ ഇവർക്ക് വസിക്കുവാനായിട്ട് ഒരു സജ്ജീകരണം, പ്രത്യേക ഒരു സ്പെഷ്യൽ സജ്ജീകരണം അവിടെ തയ്യാറാക്കുക ആണോ എന്നാ ഞാൻ ചോദിച്ചത്. ഒരുക്കം എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതെ അതെ, യഹൂദ വിവാഹത്തിന്റെ പശ്ചാത്തലവും അത് തന്നെയാണ്. അപ്പന്റെ ഭവനത്തിൽ എത്ര വാസസ്ഥലങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടായാലും വിവാഹം കഴിച്ചുകൊണ്ടുവരുന്ന മണവാട്ടിയുമായിട്ട് മണവാളന് പ്രവേശിക്കാനുള്ള മണിയറ, അതിൻ്റെ ആ ഒരു ഒരുക്കം എന്നുള്ളത് തന്നെയാണ് യഹൂദ പശ്ചാത്തലത്തിലും ഈ വാക്യത്തിന്റെ അർത്ഥം. അപ്പോ അന്നേരം പാസ്റ്റർ മുമ്പേ പാസ്റ്റർ പറഞ്ഞത് നമ്മൾ ഒരുങ്ങാൻ ഇതുവരെ സമയം, നമ്മുടെ ഒരുക്കം ഇതുവരെ പൂർത്തിയായിട്ടില്ല, അതുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്. തീർച്ചയായിട്ടും 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ
9-ാമത്തെ വാക്യം. അതുപോലെ എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25, 26, 27 വാക്യങ്ങൾ. ഈ 2 പത്രോസിലെ അത് നമുക്ക് മനഃപ്പാഠമാണെങ്കിലും ഒന്നും കൂടെ വായിച്ചോളൂ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. നിക്കണേ, ആര് താമസിക്കുന്നില്ല? കർത്താവ് തന്റെ കർത്താവ്. ഒന്നും കൂടെ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ച് നോക്കിയാൽ മണവാളൻ അവിടുത്തെ ഒരുക്കത്തിന് യാതൊരു താമസങ്ങളും ഇനിയും ഇല്ല. പിന്നെന്താ താമസം? അടുത്തത്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ഈവൻ ഒരുങ്ങിയിരിക്കുന്ന നിങ്ങളോട് പോലും, ചിലർ വ്യക്തികളാണ് അവിടുത്തെ വിഷയം, മൊത്തം സഭയല്ല, ഒരുങ്ങിയിരിക്കുന്ന ചിലരോട് പോലും ദൈവം ദീർഘക്ഷമ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവം കാത്തിരിക്കുന്നതെന്നർത്ഥം. എന്തുകൊണ്ടാ? ആരും നശിച്ചു പോകരുത് എന്ന ആഗ്രഹവും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന ആഗ്രഹവും. അപ്പം ഒരുക്കത്തിന്റെ കുറവ് കർത്താവിന്റെ ഭാഗത്താണോ, അതായത് മണവാളന്റെ ഭാഗത്താണോ, ഇവിടെ മണവാട്ടിയുടെ ഭാഗത്താണോ? മണവാട്ടിയുടെ ഭാഗമാണ്. ഇനി രക്ഷിക്കപ്പെട്ടവരുടെ പോലും സ്ഥിതി എന്താ? അവിടെയാണ് എഫേസ്യർ 5-ന്റെ 25 തൊട്ടുള്ള വാക്യങ്ങളുടെ പ്രസക്തി. ഒന്ന് വായിച്ചോളൂ. നമ്മള് വായിച്ചിട്ടുണ്ട് പലപ്പോഴും, എങ്കിൽ കൂടെ. ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്താ ചെയ്തത്? സഭയെ സഭയ്ക്ക് വേണ്ടി ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവളെ എന്ത് ചെയ്തു? സഭയെയാണ് എന്ത് ചെയ്തു? വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്, വെടിപ്പാക്കി കഴുകി വിശുദ്ധീകരിക്കേണ്ടതിന്. എന്നിട്ടോ കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും. അപ്പൊ ക്രിസ്തു തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു, രക്തം ചിന്തി, പ്രായശ്ചിത്തമായി, വീണ്ടെടുപ്പ് വില നൽകി. അതിൽ എന്തൊക്കെ കർത്താവ് ചെയ്യുന്നു? നമ്മളെ വെടിപ്പാക്കുന്നു, വിശുദ്ധീകരിക്കുന്നു. എന്നിട്ട് ഏതറ്റം വരെ? തൻ്റെ മുമ്പിൽ തനിക്ക് കൊള്ളാകുന്നവളായി നിർത്തുവാൻ സഭ പാകമാകുന്നതുവരെ. അതാണ് തേജസ്സോടെ തനിക്കുതാൻ മുൻനിർത്തേണ്ടതിന്. അപ്പോൾ ഇവിടെ ഒരുക്കത്തിന്റെ അഭാവമുള്ളത് സ്വർഗത്തിൽ സ്ഥലം ഒരുക്കുന്നതിലല്ല, ഭൂമിയിൽ സഭ ഒരുങ്ങുന്നതിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എസ്തേറിന്റെ പുസ്തകത്തിൽ 2:12 കാണുന്നുണ്ട്. രാജാവിന് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ക്വീൻ, സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട രാജ്ഞിക്ക് വസ്തിക്ക് പകരം ഒരു
റാണിയെ തിരഞ്ഞെടുക്കുക. നാട് മുഴുവനും നടന്ന് സുന്ദരിമാരായ കന്യകമാരെ കണ്ടെത്തി. പക്ഷേ 2:12 എന്താ വായിക്കുന്നത്? Esther 2:12. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിനു വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർത്തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണ കാലം തികയും. അപ്പോഴോ ഓരോരുത്തിക്ക് അഹശ്വരീഷ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. തെരഞ്ഞെടുക്കപ്പെട്ടു. ആള് സുന്ദരിയാണ്, കന്യകയാണ്. പക്ഷേ 1 വർഷം സൗന്ദര്യവർദ്ധക ശരീരശുദ്ധീകരണ പ്രക്രിയയിലൂടെ ഈ ഓരോ പെൺകുട്ടിയും കടന്നു പോകണം. These elected virgins are beautiful enough. They are chosen. But every girl has to undergo a beautification course of 2 semesters, 6 months each. In the same way, the church, now saved, redeemed, cleansed, but now still church is on earth. Why? She is getting purified, that she may be worthy enough to stand along with Jesus Christ, the most holy bridegroom. So what I said is the New Jerusalem, or the said or required place for the church, is already there. Why Christ is still not come, Christ has not yet come, is not because the lack of preparation in the heavenly places, but the lack of preparation from the bride's side. From what we read from Ephesians 5:25 following and 2 Peter 3:9 following. അപ്പൊ പറഞ്ഞു വന്നതിന്റെ സാരം, ക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നതിന് കാരണം സ്ഥലത്തിന്റെ ഒരുക്കക്കുറവല്ലെന്നാണ്, പകരം സഭയുടെ ഒരുക്കക്കുറവാണ്. എന്നാൽ യഹൂദ പശ്ചാത്തലത്തിൽ നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട്, നമ്മള് സഭയുടെ കുഞ്ഞാടിന്റെ കല്യാണ വിഷയത്തെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ ഒരു പുരുഷൻ വിവാഹ നിശ്ചയമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പന്റെ വീട്ടിൽ പോയി അവനിങ്ങനെ മണവാട്ടിയെ കൊണ്ടുവരാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തും. ആ ഒരുക്കങ്ങളൊക്കെ അപ്പന് ബോധിച്ചു കഴിയുമ്പോൾ ഇവൻ കൊള്ളാം, ഇനിയും ഇവന് കുടുംബം പുലർത്താനുള്ള പ്രാപ്തി ഉണ്ടെന്ന് അപ്പന് ബോധ്യമാകുമ്പോൾ ശരി മോനെ മതി, ഇനി നീ പോയി അവളെ കൊണ്ടുവാ എന്ന് പറഞ്ഞു വിടും എന്നൊരു പശ്ചാത്തലമാണ് നമ്മൾ അറിയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്കായിട്ട് സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ there is a time gap. അതിനെ അക്ഷരീകമായി നമുക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അതിനോട് ചേർത്ത് വെച്ച ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എബ്രായർ 11:16
അവൻ അവർക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ എന്ന് തന്നെ ഉണ്ടല്ലോ. അതെ, ആ ഒരുക്കിയിരിക്കുന്നതാണ് 13-ാം വാക്യത്തിൽ അവർ കണ്ട് സല്യൂട്ട് ചെയ്തു എന്ന് നമ്മൾ കാണുന്നത്. ഗുഡ്, ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഇതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ വിഷയത്തോടനുബന്ധിച്ച് തന്നെ. സമുദ്രം അതിൽ കണ്ടില്ല. അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ പറയാൻ താല്പര്യപ്പെട്ടിരുന്നതാണ്. ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തോടനുബന്ധിച്ച് അതും കൂടെ പറയാം. കാരണം എല്ലാം നമ്മൾ അക്ഷരീകമായിട്ട് എടുക്കരുത്. ചിലതിനെ ആത്മീയവൽക്കരിച്ച് നമ്മൾ കാണാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇന്ന് വായിച്ച ഒരു സംഗതിയാണ്. അതില് പറയുന്നത്, ചിലതിനെ അക്ഷരീയമായിട്ട് നമ്മൾ എടുക്കും, ചിലതിനെ അക്ഷരീയമായിട്ട് എടുക്കത്തില്ല. ഉദാഹരണത്തിന് 2-3 കാര്യങ്ങൾ എഴുത്തുകാരൻ പറയുന്നുണ്ട്. അതായത് ചിലതിനെ അക്ഷരീയമായിട്ട് എടുക്കുന്നില്ല. അതിന് പറയുന്ന ചില എന്താണ് പറയുന്നത്, തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസിൽ ഞാൻ ഒന്ന് തപ്പിക്കോട്ടെ, ഞാൻ ഇന്ന് വായിച്ച സ്ഥലത്ത്. There are some prophetic passages where we have to take it literally. Even some non-prophetical passages too. ചില പ്രവചന ഭാഗങ്ങളും ചില പ്രവചനേതര ഭാഗങ്ങളും നമുക്ക് അക്ഷരീയമായിട്ട് തന്നെ എടുക്കണം. എല്ലാം അക്ഷരീയമായിട്ടല്ല നാം എടുക്കുന്നത്. അതിന് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന അത് എനിക്ക് നന്നായിട്ട് തോന്നി. അതായത് പറയുന്നത്, if a certain passage is not meant to be interpreted literally, there will be obvious contextual clues. അക്ഷരീയമായിട്ട് നമുക്കൊരു ഭാഗം എടുക്കണ്ട എങ്കിൽ അതിന് പശ്ചാത്തലത്തിൽ സൂചനകൾ ഉണ്ടാകും. ഉദാഹരണത്തിന്, an inanimate object will be used to describe a living thing. ഒരു ജീവനുള്ള വസ്തുവിനെ, ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ജീവനില്ലാത്ത ഒരു വസ്തുവിന്റെ സാദൃശ്യം ഉപയോഗിക്കാം. അത് അക്ഷരീയമായിട്ട് എടുക്കരുത്. ഉദാഹരണത്തിന്, യേശുക്രിസ്തുവിനെ ജീവന്റെ അപ്പം എന്ന് വിളിച്ചിട്ടുണ്ട്. അക്ഷരീയമാണോ? അപ്പത്തിന് ജീവനില്ല, ജീവനില്ലാത്ത വസ്തുവാണത്. യേശുവോ ജീവനുള്ള ഒരു വ്യക്തി. അപ്പോൾ ജീവനുള്ള ഒരാളിനെ ജീവനില്ലാത്ത ഒരു വസ്തുവിന്റെ സാദൃശ്യം കൊണ്ട് പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് അക്ഷരീയമായിട്ട് എടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് യേശു, നമ്മൾ തിരുവത്താഴത്തിൽ നമ്മുടെ ഇടയിൽ തെറ്റ് സംഭവിക്കാറുണ്ട്, തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുമുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതും നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നതിൽ ക്ഷമിച്ചാലും. നമ്മുടെ കൂട്ടത്തിലും പലരും തിരുവത്താഴം കൊടുക്കുമ്പോൾ പറയും, ഇത് എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഇത് യേശുവിൻ്റെ ശരീരമാണെന്നും പറഞ്ഞാണ് ഞങ്ങളെപ്പോലുള്ള പലരും തിരുവത്താഴം കൊടുക്കാറുള്ളത്.
യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം, അതിനാധാരമായി പലരും തിരുവത്താഴ വേളകളിൽ പ്രസംഗിക്കാറുമുണ്ട്. അത് പാടില്ലാത്തതാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. തിരുവത്താഴത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലാണല്ലോ, പഴയ നിയമത്തിൽ അതില്ലല്ലോ. അപ്പോൾ തിരുവത്താഴത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്? In how many New Testament books, or how many New Testament books describe or speak about the Lord's Supper? 4. ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, 1 കൊരിന്ത്യർ. Praise God. സ്തോത്രം. There are only 4 books in the New Testament that speak about the Lord's Supper. തിരുവത്താഴത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 4 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിൽ. മാത്യു, മാർക്ക്, ലൂക്ക് and 1 Corinthians. There is no mention of the Lord's Supper in John the Gospel. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് തിരുവത്താഴത്തെക്കുറിച്ച് പ്രതിപാദന ഇല്ല. അത് നമ്മുടെ വിഷയമല്ല. പറഞ്ഞു വന്നത്, ജീവനില്ലാത്ത വസ്തുവിനെ ജീവനുള്ള വ്യക്തിയുമായി താരതമ്യം ചെയ്താൽ അത് നാം അക്ഷരീയമായി സ്വീകരിക്കേണ്ടതില്ലെന്നാണ്. അതുപോലെ മറ്റൊന്ന്, life will be attributed to an inanimate object. Life will be attributed to an inanimate object. For example, the trees clap their hands. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് ഉള്ള ഒരു വാക്യം തന്നെ എടുക്കാം. നമ്മിൽ പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഒരു പ്രഭാത ഗാനം ഉണ്ടല്ലോ, മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നു ഇതാ പാട്ട് പാടിയിടുന്നു. അപ്പം ഞങ്ങളെപ്പോലുള്ളവരും പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്, പക്ഷികൾ പോലും രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ പാടി സ്തുതിക്കുന്നു. പക്ഷികളൊക്കെ വെളുപ്പം കാലത്ത് ഉണരും, ശബ്ദം ഉണ്ടാക്കും, ശരിയാ. പക്ഷേ അവകൾ ദൈവത്തെ പാടുന്നു എന്നാണോ ഈവൻ ആ പാട്ടുകാരൻ പോലും പറയുന്നത്? അല്ല, അവ രാവിലെ എഴുന്നേറ്റ് പാടുന്നു, ദൈവത്തിന് പാടുന്നു എന്നല്ല, പാട്ട് പാടുന്നു. വെളുപ്പം കാലത്ത് അവർ എഴുന്നേറ്റു എന്നേ ഉള്ളൂ. സങ്കീർത്തനത്തിലുണ്ട്, തീയും കൽമഴയും എല്ലാം ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നത്. കാറ്റത്ത് വൃക്ഷങ്ങൾ ആടുന്നത് കൈകൊട്ടിപ്പാടുന്നതാണോ? പക്ഷികൾ ചിറകടിക്കുന്നത് കൈയടിക്കുന്നതിന് തുല്യമാണോ? ഇതെല്ലാം അക്ഷരികമായിട്ടെടുക്കേണ്ട കാര്യങ്ങൾ അല്ല എന്ന് പറയുന്നത് പോലെ വേറെയുണ്ട്. നമ്മുടെ സമയം തീരാൻ പോകുന്നത് കൊണ്ട് ഉപസംഹരിക്കണമല്ലോ. എന്നതുപോലെ സ്വർഗത്തിലെ സ്ഥലത്തിൻ്റെ ഒരുക്കമല്ല മണവാളൻ പ്രത്യക്ഷപ്പെടുവാൻ താമസിക്കുന്നതിനുള്ള കാരണം. അത് നമ്മൾ പറഞ്ഞതുപോലെ ഒരു സാദൃശ്യമായി കർത്താവ് അന്നത്തെ കേൾവിക്കാർക്ക്, ഈവൻ അപ്പോസ്തലന്മാർക്ക് പോലും പെട്ടെന്ന് ശരിയായും മനസ്സിലാക്കുവാൻ കഴിയേണ്ടതിന് വേണ്ടി പ്രസ്താവിച്ചതാണ്. ഒരിക്കലും അവിടുത്തെ ഒരുക്കം ഇതുവരെ നടന്നില്ല, കഴിഞ്ഞില്ല, അതുകൊണ്ട് താമസിക്കുന്നു എന്നതിനേക്കാൾ സഭയുടെ ഒരുക്കമാണ് നടക്കേണ്ടത്. 2 തരത്തിൽ സഭയുടെ ഒരുക്കം നടക്കണം. ഒന്ന്, ഓർമ്മയുണ്ടോ? നമ്മൾ പഠിച്ചതാണത്.
അവനവൻ ശുദ്ധീകരിക്കണം. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവണം. അതെ, ഇത് രണ്ടും കൂടെ ചേർത്താൽ മതി. ഒന്ന്, ജാതികളുടെ പൂർണ്ണ സംഖ്യ ഇതുവരെ ചേർന്നിട്ടില്ല. അതായത് സഭയുടെ വളർച്ച, രക്ഷിക്കപ്പെട്ട സഭയോട് ചേരേണ്ടവരുടെ സംഖ്യ ഇനിയും ബാക്കിയാണ്. രണ്ട്, രക്ഷിക്കപ്പെട്ടവരുടെ ശുദ്ധീകരണം. These are the two areas where the church has to make herself ready for the coming of the groom. Two areas. One, completing or perfecting the number of Gentiles as per Romans 11:25. That shows the number of the Gentiles who should enter into the church through the gospel of Christ. That means even now there are lot many people left out who are supposed to get into the church. Salvation of more people. And second thing is the sanctification of individual Christians already got into the church. These are the two areas where the church has to get prepared. സഭ ഒരുക്കപ്പെടേണ്ട രണ്ട് മേഖലകൾ ഇതാണ്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുക, ഇനിയും കർത്താവിൻ്റെ മുന്നറിവിനനുസരിച്ച് രക്ഷിക്കപ്പെടുവാൻ ബാക്കിയുള്ളവരും കൂടെ രക്ഷിക്കപ്പെടുക. രണ്ട്, രക്ഷിക്കപ്പെട്ടവർ വിശുദ്ധിയിൽ തികഞ്ഞവരായി തീരുക, അവരുടെ പൂർണ്ണമായ വിശുദ്ധീകരണം. ആ പൂർണ്ണ വിശുദ്ധീകരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. There is no climax of sanctification. വിശുദ്ധീകരണത്തിന് ഒരു പൂർണ്ണതയില്ല. അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് the very standard of the holiness of God. ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ആ തികവെന്ന് പറയുന്നത്. അതിലേക്കൊരു മനുഷ്യൻ ആയുഷ്കാലം മുഴുവനും എത്തിച്ചേരുന്നില്ല. അവൻ പ്രോഗ്രസീവ്ലി വളർന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. വളർന്നു, പിടിച്ചു കഴിഞ്ഞു, തികഞ്ഞവനായി എന്ന് വരുന്നില്ല. അതുകൊണ്ട് അതിങ്ങനെ ആയുഷ്കാലം മുഴുവനും നടന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ജഡത്തിൽ വസിക്കുന്നിടത്തോളം എത്രയും ഒരു വിശുദ്ധനാകാൻ, ക്രിസ്താനുരൂപനാകാൻ പറ്റുമോ അത്രയും ക്രിസ്താനുരൂപനായി അതിൽ വളർന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ നിലവാരത്തിൽ വ്യത്യസ്തത കാണും. പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ. There will be difference of standard in holiness, but there is only one specific standard of justification, because justification is not ours but of Christ. ക്രിസ്തുവിൻ്റെ നീതിയാണ് നമുക്കെല്ലാം ലഭിക്കുന്നതെന്നത് കൊണ്ട് നാം എല്ലാവരും നീതീകരണത്തിൽ തുല്യരാണ്. എന്നാൽ വിശുദ്ധീകരണത്തിൽ ഓരോ വ്യക്തിയും വ്യത്യസ്തനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാനും ബാബുവെങ്കിലും ജോയ് കുട്ടിച്ചാനും രണ്ടുപേരും ചേട്ടനും അനിയനുമാണെങ്കിലും വിശുദ്ധീകരണത്തിൽ രണ്ടുപേരുടെയും നിലവാരം വ്യത്യസ്തമായിരിക്കും. ഭാര്യയും ഭർത്താവും വ്യത്യസ്തരായിരിക്കും വിശുദ്ധീകരണത്തിന്റെ നിലവാരത്തിൽ. അതിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. അതിന് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് യേശുവിന്റെ വിശുദ്ധിയാണ്. അതിനെയാണ് നമ്മൾ ക്രിസ്താനുരൂപ്യം എന്ന് വിളിക്കുന്നത്. ആ അളവിലേക്ക് നാം ഓരോരുത്തരും എത്താനും, ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർ അപ്പോൾ തന്നെ കർത്താവിൻ്റെ മുന്നറിവിൽ രക്ഷിക്കപ്പെടുമെന്ന് കർത്താവ്
അറിയുന്നവരും ആയവർ, കർത്താവ് അറിയുന്നവരും ആയവർ ആണ്, സ്തോത്രം, അവരെല്ലാവരും ഈ നിലവാരത്തിലേക്ക്, ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് കർത്താവിൻ്റെ കാത്തിരിപ്പ്. അതാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ കർത്താവ് പറഞ്ഞ സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയാൽ, ആ പ്രയോഗത്തിൽ തീർച്ചയായും നമുക്ക് തോന്നാം ഇതുവരെ കർത്താവ് സ്ഥലം ഒരുക്കിയില്ല, അതുകൊണ്ടാണ് വരാഞ്ഞതെന്ന്. എന്നാൽ അതിനുള്ള വേദപുസ്തകത്തിന്റെ മൊത്തമായ പഠിപ്പീരാണ് നമ്മൾ നോക്കിയത്. ആ സ്ഥലം ഒരുക്കപ്പെട്ടിരിക്കുകയാണ്, അതിലൊരു താമസവും ഇനിയില്ല. താമസം നാം നിമിത്തമേ ഉള്ളൂ, നമ്മുടെ ഒരുക്കത്തിലാണ്. എന്നാൽ അത് തൻ്റെ കേൾവിക്കാർക്ക് പരിചിതമായ ഒരു സാദൃശ്യത്തിൽ കർത്താവ് പറഞ്ഞുവെന്ന് മാത്രം. എന്നാൽ അതിൻ്റെ വിശദീകരണങ്ങളാണ് ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ ഒരുക്കത്തിൻ്റെ കുറവിനെക്കുറിച്ചും ആവശ്യകതകളെക്കുറിച്ചും. തെറ്റിദ്ധരിക്കരുത്, കർത്താവ് പറഞ്ഞതിനെ തെറ്റെന്നോ അങ്ങനെ അല്ലെന്നോ അല്ല നമ്മൾ ഈ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം. അപ്പോ പുതിയ യെരുശലേമിന്റെ വ്യത്യസ്തതയാണ് നമ്മൾ കണ്ടത്. പുതിയ വാനഭൂമികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഘടകം. ഈ വിഷയത്തിൽ വീണ്ടും നമുക്ക് ചർച്ചയോ ചോദ്യോത്തരങ്ങളോ ആകാം. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ തിങ്കളാഴ്ച. ഇന്ന് സമയം പോയതുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് ഈ രണ്ട് രീതിയിലും കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാം. സ്തോത്രം. പത്രോസ് പറയുന്നത് പോലെ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തിയും വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായി നമുക്ക് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.